ഒരു പുതിയൊരു സംഭവം ഞാൻ കാണാനിടയായി, കേൾക്കാനിടയായി. അപ്പം അത് നിങ്ങളെ കൂടി ഒന്ന് കേൾപ്പിക്കണം എന്നെനിക്ക് തോന്നി. കാരണം നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. രാഷ്ട്രീയവും മതവും മാറ്റിവെച്ചാൽ ഏകതയോട് കൂടിയിട്ട്, ഏകതാ മനോഭാവത്തോട് കൂടിയിട്ട് ജീവിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മളിൽ ഓൾമോസ്റ്റ് എല്ലാവരും. ആരും അങ്ങനെ ഓൾമോസ്റ്റ് ആൾക്കാരും അങ്ങനെ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ ഒന്നും സഹിഷ്ണുതയുള്ള, അത് അടിവരയിട്ട് പറയുന്നു ഞാൻ, സഹിഷ്ണുതയുള്ള ഒരു മനുഷ്യനും ഒരിക്കലും ഒരാളുടെ മെക്കിട്ട് കയറാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ പിന്നെ കലഹിക്കാനോ നമ്മൾ പോവാറില്ല. അപ്പോ ഞാനിപ്പോ ഇന്ന് കണ്ടൊരു വീഡിയോ, ആ വീഡിയോ എനിക്ക് നിങ്ങളുടെ മുന്നിൽ കാണിക്കാതിരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. കാരണം അങ്ങനെ ഒരു സാധാരണക്കാരൻ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം മതത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയോ ഏതെങ്കിലും ഒരു പള്ളിയുടെ പരികർമ്മിയോ അവരൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിക്കാം, ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് ജനസേവനം ചെയ്യുന്ന ഒരു ജനസേവകൻ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരുപാട് പേര് ഏത് മതവും ജാതിയും പാർട്ടിയും എല്ലാം മറന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു MLA നമ്മുടെ പ്രതാപൻ സാറിന്റെ വായെന്ന് തന്നെ ഈ വക വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അപ്പൊ ആദ്യം തന്നെ ഞാൻ പ്രതാപൻ സാറിന്റെ കുറച്ച് വാക്കുകൾ ഒന്ന് കേൾപ്പിക്കാം നിങ്ങളെ, എന്നിട്ട് നിങ്ങൾ കേട്ടു നോക്കൂ, എന്നിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം. ഞാൻ അറിയുന്ന ഇസ്ലാം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം. എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോ നമ്മുടെ പ്രതാപൻ സാറ് ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനായിട്ടുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ് എന്നാണ് പ്രതാപൻ സാറ് പറയുന്നത്. ഏകദൈവ വിശ്വാസമാണ്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഈ പറയുന്ന പ്രതാപൻ സാറിന് ഇത് ആരോ കൃത്യമായിട്ട് എഴുതി കൊടുത്ത ഒരു അജണ്ടയാണ്. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ ഒരു പ്രസംഗം പ്രതാപൻ സാറ് നോക്കിയിട്ടാണ് വായിക്കുന്നത്. പ്രതാപൻ സാറിനെ സാറെന്ന് വിളിക്കുന്നത് ഞാൻ ഒരിക്കലും എന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ടോ എന്റെ സാറായത് കൊണ്ടൊന്നുമല്ല, ചുമ്മാ കിടക്കട്ടെ ഒരു സാറ്. അപ്പൊ ഈ പ്രതാപൻ സാറ് വായിക്കുന്നതും പറയുന്നതും മുഴുവനും ആരോ എഴുതി കൊടുത്ത ഒരു അജണ്ടയാണ്. ആ അജണ്ട അതുപോലെ തന്നെ കണ്ണുമടച്ച് പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങ് പിന്നെ വിളിച്ചു പറയാനായിട്ട് യാതൊരു ഉളുപ്പും ലജ്ജയും ഇല്ലാതെ അദ്ദേഹം പറയുന്നതാണ് എന്ത്, ഏകദൈവ വിശ്വാസമാണ് അദ്ദേഹത്തിനെ ഈ പറയുന്ന സംഗതിയിലേക്ക് അടുപ്പിച്ചത്. അപ്പോ അള്ളാഹുവാണ് ഏകദൈവം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തെ അതിലേക്ക്, ആ മതത്തിലേക്ക് അടുപ്പിച്ചത് എന്നാണ് ഇദ്ദേഹം വായുവിട്ട് പിന്നെ വിളിച്ചു പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏകദൈവ വിശ്വാസികളാണെന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ടല്ലോ, ഒരു ക്രിസ്തീയ വിഭാഗം, അവർക്കും ഏകദൈവമാണ് എന്ന് അവർ പറയുന്നു. അപ്പൊ അത് തെറ്റാണോ എന്ന് ഈ പബ്ലിക്കിന്റെ മുന്നിൽ തന്നെ ഈ പ്രതാപൻ വ്യക്തമാക്കണം. ഈ ഇസ്ലാം മതത്തിലേക്ക് പ്രതാപൻ സാറിനെ അടുപ്പിച്ചത് ഏകദൈവമാണെന്നുണ്ടെങ്കിൽ കർത്താവാണ് ഏകദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികളും ഈ ഭൂമിയിലുണ്ട്. അപ്പൊ ആ വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പം ഹിന്ദുക്കള് ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയുന്നു. പക്ഷെ അവരുടെ എന്താ പറയാ, കാതലായ കാര്യങ്ങൾ അറിവുള്ളവനോ അല്ലെങ്കിൽ കാതലായ കാര്യങ്ങൾ ഒരു ഹിന്ദുവിനെ, ഒരു സനാതന ധർമ്മിയെ കുറിച്ച് അറിയുന്നവനോ ഒരിക്കലും ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയില്ല. കാരണം ഇവിടെ ഈ ലോകം ഉണ്ടായ കാലം മുതൽ നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് സനാതന ധർമ്മം. അപ്പൊ ആ സനാതന ധർമ്മത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ സനാതന ധർമ്മത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ ലോകത്തിൽ എല്ലാവർക്കും, അതായത് ക്രിസ്ത്യാനികൾക്കെന്നോ മുസ്ലിങ്ങൾക്കെന്നോ അല്ലെങ്കിൽ സനാതന ഹിന്ദുവിനെന്നോ അല്ല പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ വേദവാക്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണോ ഇസ്ലാമിന്റെ മാത്രം ദൈവമാണ് ഏകദൈവം എന്ന് പറയുന്നതാണോ ശരിയെന്ന് ഈ പ്രതാപൻ സാറ് തന്നെ സ്വയം തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ലാണ്ട് ഇതുപോലെയൊക്കെ വിളിച്ചു പറയുന്ന, ഇതുപോലുള്ള നോൺസെൻസുകളൊക്കെ പറയുന്നവര് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രം ജീവിച്ചാൽ പോരാ. അപ്പൊ ഈ പറയുന്ന പ്രതാപൻ സാർ പറയുന്നു ഏകദൈവത്തിനോട് അടുപ്പിച്ചത്, അല്ലെങ്കിൽ അതിനോട് അടുക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഏകദൈവ വിശ്വാസമാണ്. ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ക്രിസ്ത്യാനികളും പറയുന്നു അവരുടെ യേശു ക്രിസ്തു
ദയാവായ്പിന്റെ പ്രതിപുരുഷനായ യേശു ക്രിസ്തു കർത്താവാണ് ഏകദൈവം എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു. അപ്പോ അവരെ അടച്ചാക്ഷേപിക്കലല്ലേ ഈ പരിപാടി പറയുന്നത്? അപ്പൊ ഓരോരോ കാര്യങ്ങൾ പറയുന്നതില് ഓരോന്നിനോട് നമ്മളെ അടുപ്പിക്കുന്നതും നമ്മളെ പറയിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിലുള്ള വിശ്വാസങ്ങളും ഈ പറയുന്ന സംഗതികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മളൊരു പബ്ലിക് സേവകനാണ്. പബ്ലിക്കിന്റെ മുന്നില് നമ്മള് MLA ആണ്, ജനങ്ങളെ തെരഞ്ഞെടുത്ത ഒരു ആളാണ് ഈ പറയുന്ന, ഒരു പൊതുപ്രവർത്തകനാണ് ഈ പറയുന്ന പ്രതാപൻ. ആ പ്രതാപനാണ് ഇങ്ങനെ ഘോരം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം തൊണ്ട പൊട്ടിക്കാറുന്നത്. അത് നിങ്ങൾ കണ്ടതാണല്ലോ, ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. അപ്പൊ ആ ഏകദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഏകദൈവ വിശ്വാസി, അവൻ ഏകദൈവമാണ് പ്രതാപനെ ഈ പറയുന്ന മുസ്ലിം മതത്തിലേക്ക് അടുപ്പിച്ചത്. ശരി, അത് അയാൾ അങ്ങനെ പറഞ്ഞു. നമുക്ക് അയാളുടെ അടുത്ത വരികളും കൂടി കേൾക്കാം. ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട്, ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന, ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന, ആരാധനയിൽ സമത്വം നൽകുന്ന അത്തരത്തിലുള്ള ഒരു വിശ്വാസം, അത് ദരിദ്രനാണോ ധനികനാണോ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കറുത്തവനാണോ വെളുത്തവനാണോ, അധ്വാനിച്ചു വരുന്ന വിയർപ്പ് കൊണ്ട് അത്തറിന്റെ സുഖം ബന്ധമില്ലാത്തവനാണോ, അവൻ ഷർട്ട് ഇട്ടവനാണോ, അല്ലെങ്കിൽ ഷർട്ട് പാന്റ് ഇട്ടവനാണോ, മുണ്ടെടുത്തവനാണോ, പാന്റ് ഇട്ടവനാണോ എന്നൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി, ഏകദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ മതം. ലോകത്തിലെ എത്ര ബോധമില്ലാണ്ടായിട്ട് വേണം ഇയാൾ ഈ വിടുവായിത്തരം പറയാനുള്ളതെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ലോകത്തിലെ ആദ്യത്തെ മതമായ ഇസ്ലാം മതം, എവിടെ ഒരു 1400 വെറും 1400 വർഷം മാത്രം പഴക്കമുള്ള ഒരു മതത്തിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ചരിത്രങ്ങളിൽ നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഓരോ മനുഷ്യർക്കും, സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വെറും 1400 വർഷങ്ങൾ മാത്രം പഴക്കമുള്ള ഒരു മതത്തിനെ ലോകത്തിലെ ആദ്യത്തെ മതമായിട്ട് പ്രതാപൻ സാറ് അങ്ങ് ചിത്രീകരിക്കുകയാണ്. അപ്പോ ആ ലോകത്തിലെ ആദ്യത്തെ മതമാണ് ഇസ്ലാം മതം. പിന്നെ പറയുന്ന ഒരു പോയിന്റ് ആണ്, ഇടനിലക്കാരില്ലാതെ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏക മതമാണ് ഇസ്ലാം മതം. ഇടനിലക്കാരില്ലാതെ. അപ്പോ അതാരെയാണ് പറയുന്നത്? ഇടനിലക്കാര് വേണമെന്നുള്ളത് ആരെയാണ് പറയുന്നത്? നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ പല വിശ്വാസങ്ങളുമുണ്ട്, നമ്മുടെ ക്രിസ്തീയ മതത്തിലെ പല വിശ്വാസങ്ങളുമുണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. ആ ക്രിസ്തീയ മതത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥനയും പിന്നെ കുമ്പസാരവും, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായിട്ട് കാണുന്ന പിന്നെ പള്ളി വികാരിയും. അപ്പോ ഈ എല്ലാ കാര്യങ്ങളിലും അവർക്ക് കുമ്പസാരവും കുർബാന കൈക്കൊള്ളപ്പാടും അങ്ങനെയുള്ള കുറെ ചടങ്ങുകളുള്ള, എനിക്ക് കൃത്യമായിട്ട് മുഴുവൻ അറിയില്ല. അപ്പോ ആ എല്ലാ ചടങ്ങുകളുമുള്ള ആ ഒരു വിഭാഗമാണ് ക്രിസ്തീയ വിഭാഗം. ആ ക്രിസ്തീയ വിഭാഗത്തില് ഇടനിലക്കാരെന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, സോറി. അപ്പൊ ഇടനിലക്കാരുള്ള ഇവരുടെ ഈ പറയുന്ന ഏക മതത്തില് ഇടനിലക്കാര് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇടനിലക്കാരില്ലാത്തൊരു മതമാണ് എന്ത്? മുസ്ലിം മതം. പിന്നെ പറയുന്നത്, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അത്തറ് പൂശിയവനെന്നോ അത്തറ് പൂശാത്തവനെന്നോ ഷർട്ട് ഇട്ടവനെന്നോ ഷർട്ട് ഇടാത്തവനെന്നോ പാന്റ് ഇട്ടവനെന്നോ മുണ്ടുടുത്തവനെന്നോ ഒന്നും ഉടുക്കാത്തവനെന്നോ എന്നൊക്കെ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത്, ഇതൊരു കോമൺ തിങ്സ് അല്ലേ? ഇതൊരു കോമൺ അല്ലേ പ്രതാപൻ സാറേ? നിങ്ങൾ ഈ പറയുന്ന ഈ തൊണ്ടപൊട്ടി വിളിച്ചലറുന്ന ഈ സംഗതികള് ഏതെങ്കിലും പള്ളിയിലോ ഏതെങ്കിലും ചർച്ചിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പള്ളികളില് പണക്കാരെയും പാവപ്പെട്ടവരെയും മാറി മാറിയാണ് ശുശ്രൂഷിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ അമ്പലത്തില് പണക്കാരനാ നീ വന്ന് തൊഴുതോ, ബാക്കി പാവപ്പെട്ടവൻ അങ്ങ് മാറി നിൽക്ക്. അല്ലെങ്കിൽ നീ പൈസ ഇല്ലാത്തവനാ, നീ ഈ അമ്പലത്തിലോട്ട് കയറണ്ട. അല്ലെങ്കിൽ നീ പാവപ്പെട്ടവനാണ്, നീ ഇങ്ങോട്ട് കടക്കണ്ട, പണക്കാരൻ ആദ്യം വരട്ടെ എന്നുള്ള പിന്നെ ഉയർച്ച താഴ്ചകള് ആരെങ്കിലും എവിടെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? ഇനി അഥവാ അമ്പലങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ കൊള്ളരുതായ്മകൾ മാത്രമാണ്. നമ്മുടെ അമ്പലങ്ങൾ കൈയടക്കി വെച്ചിട്ട് നമ്മുടെ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന കോടികൾ മുഴുവനും
അടിച്ച് പോക്കറ്റിലാക്കിയിട്ട് അടിച്ചു മാറ്റി പോക്കറ്റിലാക്കിയിട്ടുള്ള ഹിന്ദുവിന്റെ പണങ്ങളെല്ലാം എടുത്ത് വിഴുങ്ങിയിട്ട് ഇവനെ പോലുള്ള കഴിഞ്ഞ കുറെ 10-70 വർഷങ്ങളായിട്ട് 10-75 വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറെ 10-75 വർഷങ്ങളായിട്ട് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു രാക്ഷസന്റെ രൂപത്തിലുള്ള ഒരു സംഗതിയുടെ ഭരണഘടനയും കൂടി വെച്ചിട്ട് ആ അമ്പലങ്ങളിൽ പിരിയുന്ന കോടികൾ മുഴുവനും തട്ടിയെടുത്ത് ആ കോടികൾ മുഴുവനും പോക്കറ്റിലാക്കിയിട്ട് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ മാർക്സിസ്റ്റും മാറി മാറി ഭരിച്ച് ഹിന്ദുവിനെ കുത്തുപാളയടിപ്പിച്ച് പെരുവഴിയിലാക്കിയിട്ട് ആ ഹിന്ദുവിന്റെ പൈസ മുഴുവനും നക്കി തിന്നിട്ട് ഈ പറയുന്ന മാന്യൻ വന്നിട്ട് പറയുവാണ് ഏറ്റവും കൂടുതൽ ഒരാളുടെയും ഇടനിലക്കാരനില്ലാണ്ട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏക മതമാണ് മുസ്ലിം മതം എന്നാണ് പറയുന്നത്. എനിക്ക് മുസ്ലിം മതത്തിനോട് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ബുദ്ധിമുട്ടും ഇല്ല. അവരൊരു വിഭാഗമാണ്, അവരും ഈ ഭൂമിയിൽ സമാധാനമായിട്ട് ജീവിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പറയുന്ന ഏകദൈവ വിശ്വാസങ്ങളായാലും ബഹുദൈവ വിശ്വാസങ്ങളായാലും എല്ലാം ഒരു മനുഷ്യന്റെ വിശ്വാസങ്ങൾ മാത്രമാണ്, അന്ധവിശ്വാസങ്ങളിലേക്കല്ല, വിശ്വാസങ്ങൾ മാത്രമാണ്. ആ വിശ്വാസങ്ങളിൽ കയറി ചൊറിയാനൊന്നും ഞാൻ ആളല്ല. എല്ലാ ആൾക്കാരുടെ വിശ്വാസങ്ങളെയും എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു. അതാണ് എന്നെ പഠിപ്പിച്ചത്. എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ മതത്തിന്റെ ചടങ്ങുകളെയും ഉൾക്കൊള്ളാനും ഞാൻ ശീലിച്ചിട്ടാണ് എനിക്ക് ഇതേവരേക്കും ഒരു സഹിഷ്ണുതയോട് കൂടിയിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ സാധിച്ചത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്ന് വെച്ചാലും മറ്റുള്ളവന്റെ, അതായത് ഒരു വിഭാഗത്തെ മാത്രം, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു വിഭാഗക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? അപ്പൊ അവരെ കുറിച്ച് പറയുന്നതാണ് ഇടനിലക്കാരില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ ഇടനിലക്കാരുണ്ടായിട്ടാണോ പ്രാർത്ഥിക്കണേ? നമ്മൾ എന്നും നമ്മൾ കൈ കൂപ്പിയിട്ട് ദൈവമേ ഈശ്വര എന്ന് പറയുന്നിട്ട് നേരിട്ട് ദൈവത്തോടെല്ലാം പറയുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ കൂലിക്കാളെ വെക്കാറില്ല. നിങ്ങളും എന്റെ കൂടെയുള്ള എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ആരും കൂലിക്കാളെ വെച്ചിട്ടില്ല. ഈ കൂലിക്കാളെ വെച്ച് പ്രാർത്ഥിക്കുന്ന ചടങ്ങ് എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രതാപൻ സാർ പറയുന്നു അങ്ങനെയാണ്. ഏക ദൈവം ഈ ലോകമുണ്ടായ കാലത്തുള്ള ഏക മതമാണ് ഇസ്ലാം മതം. ഈ ഇസ്ലാം മതത്തില് പ്രാർത്ഥിക്കാനായിട്ട് എന്താ പറയാ കൂലിക്കാളെ വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. നേരിട്ട് പ്രാർത്ഥിക്കാം അത്രേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ യാതൊരു തരത്തിലുള്ള വിശ്വാസം വ്യത്യാസങ്ങളും ഇല്ലാതെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന പാവപ്പെട്ടവനും പണക്കാരനും എന്ന ഇത് വ്യത്യാസം എവിടെയാണുള്ളത്? അമ്പലത്തിലുണ്ടോ? അല്ലെങ്കിൽ പള്ളിയിലുണ്ടോ? ചർച്ചിലുണ്ടോ? ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുണ്ടോ? പിന്നെ എന്താണ് ഇയാൾ ഈ അടിച്ചു വിടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇയാളെ മുസ്ലിം മതത്തിലേക്ക് ഇയാളെ അടുപ്പിച്ചതിന്റെ തെളിവുകളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇനി അടുത്തത് കേൾക്കാം നമുക്ക്. എല്ലാവർക്കും തുല്യമാണെന്ന വിശ്വാസത്തിൽ തുടങ്ങി വിശുദ്ധ ഖുർആൻ പിന്നീട് ലോകത്തിൽ അരുളി ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ആളെ ഇസ്ലാമിനെ സ്നേഹിക്കാനും ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ അറിയാനും വേണ്ടി കൂടുതലായി ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, ആധുനിക മനുഷ്യൻ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ. ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, വോട്ടവകാശത്തോടുകൂടി പാർലമെന്റിലൂടെ കൂടി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത്. ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മമെടുക്കുന്നത് മുതൽ പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും. ഓക്കെ, അടുത്തത് ശരീഅത്ത് നിയമമാണ് ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന. ശരീഅത്ത് നിയമമാണ് ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന എന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു. ശരി, ശരീഅത്ത് നിയമം മാത്രമാണ് ശരി എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൊക്കെ ഇന്ന് എന്തായേനെ? ഈ ലോകത്ത് ആദ്യത്തെ ഭരണഘടന ശരീഅത്ത് നിയമമാണെന്ന്, നിയമപ്രകാരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ശരീഅത്ത് നിയമം വന്നാൽ എന്താണ് ശരീഅത്ത് നിയമം? അതറിയുന്നവർക്കെല്ലാം അറിയാം അല്ലെ? അപ്പൊ ഈ ലോകത്ത് അമേരിക്കയല്ല, ഇംഗ്ലണ്ടല്ല, മറ്റുള്ള രാജ്യങ്ങളൊന്നുമല്ല, ജനാധിപത്യ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു രാജ്യങ്ങളുമല്ല, അല്ലെങ്കിൽ ഇന്ത്യയല്ല, ജനായത്ത് ഭരണമല്ല ഭരണഘടന ഉണ്ടാക്കിയത്. ആദ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയത് ആരാണെന്ന് പറയുന്നത് മുസ്ലിം മതമാണ്, ഇസ്ലാം മതമാണ്. ഇസ്ലാം മതത്തിന്റെ ശരീഅത്ത് നിയമമാണ് ആദ്യത്തെ ഭരണഘടന എന്നാണ് പറയുന്നത്. അപ്പൊ ആ
ഒരു ശരീഅത്ത് നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് കണ്ടതുകൊണ്ടാണ് പ്രതാപൻ സാറിനെ ഇസ്ലാം മതത്തിനോട് അടുപ്പിക്കുന്നതെന്നാണ് പ്രതാപൻ സാർ പറയുന്നത്. അപ്പോ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടില് ശരീഅത്ത് ഭരണമായിരുന്നെങ്കിൽ എന്താണ് സംഭവിച്ചു പോയേനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുണ്ടല്ലോ ഇവര്. ഈ വിശുദ്ധ ഖുർആനിൽ തന്നെയാണ് പറയുന്ന മറ്റുള്ള ഭാഗങ്ങളും കൂടി അദ്ദേഹം പറയണം. ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗം കൊണ്ടാണോ തെറ്റ് ചെയ്യുന്നത് ആ ഭാഗം കണ്ടിച്ചു കളയാന്നുള്ളതാണ്. ജനായത്ത് നമ്മുടെ ഭരണഘടനാ പ്രകാരം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്തുമാത്രം കൊലപാതകങ്ങളും പ്രശ്നങ്ങളും നടന്നേനെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നും ഗൾഫ് രാജ്യങ്ങളില്, ഗൾഫ് കൺട്രികളില് അവിടുത്തെ ശരീഅത്ത് നിയമപ്രകാരമാണ് പല കൺട്രികളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ശരീഅത്ത് നിയമപ്രകാരമാണ് ഇന്ത്യ മഹാരാജ്യത്തോ അല്ലെങ്കിൽ ലോകം മുഴുവനും ശരീഅത്തായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ കഴുത്ത് വെട്ടുന്നതും ഏറ്റവും കൂടുതൽ രഹസ്യഭാഗങ്ങൾ വെട്ടു നോക്കുക ഏറ്റവും കൂടുതൽ കേരളത്തിലായിരിക്കും. കാരണം ഇന്ന് പീഡനങ്ങൾ ഇങ്ങനെ ഏറി വരില്ലേ. അപ്പൊ ഈ ശരീഅത്ത് നിയമം ഞാൻ പല സമയത്തും ഈ പിഞ്ചുകുട്ടികളെ പീഡിപ്പിക്കുമ്പോഴും പിഞ്ചുകുട്ടികളെ അക്രമങ്ങൾ കാണിക്കുമ്പോഴും പിഞ്ചുകുട്ടികളെ കൊന്ന് ഇതുപോലെ റേപ്പ് ചെയ്ത് കെട്ടിത്തൂക്കുമ്പോഴും ഇപ്പൊ ഈ വാളയാർ കേസുകൾ കഴിഞ്ഞു, അതിനു മുമ്പ് വേറെ 1-2 കുട്ടികളുടെ കേസുകൾ ചെയ്തു. അപ്പൊ ഇത് മുഴുവനും ഞാനും മനസ്സിൽ ഒരു വേള ആഗ്രഹിക്കാറുണ്ട്, ഇവിടെ ശരീഅത്ത് ഭരണം തന്നെയാണ്, ശരീഅത്ത് നിയമം തന്നെയാണ് വേണ്ടത്. കാരണം ഏത് ഭാഗം കൊണ്ടാണോ തെറ്റ് ചെയ്യുന്നത് ആ ഭാഗം അങ്ങ് കണ്ടിച്ചു കളയാം. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സംഗതി നഷ്ടപ്പെടുന്നത് ആർക്കായിരിക്കും? ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിനായിരിക്കും എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടല്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഉസ്താദുമാരും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സംഗതികളും കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള റേപ്പ് കേസുകളിൽ ആദ്യത്തെ പേര് വരുന്നത് ഇവരുടെയാണ്. അത് വലിയൊരു സത്യമാണ്, ഏതൊരു പൊട്ടനും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടില് ഈ പറയുന്ന അക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങളെ കൊണ്ട് മിണ്ടാപ്രാണികൾക്ക് പോലും കിടക്കപ്പുറതിയില്ലാത്ത അവസ്ഥ വരുന്നത് നമ്മുടെ നാട്ടിൽ. അതായത് ഒരുമാതിരി പേ പിടിച്ച പട്ടികളെക്കാൾ കഷ്ടമായിട്ട് ലൈംഗിക അതിക്രമങ്ങളും വൈകൃതങ്ങളും കാണിച്ചു കൂട്ടുന്ന ഒരു വിഭാഗമായിട്ട് ഈ വിഭാഗങ്ങൾ മാറുന്നുണ്ട്. അപ്പോ ഈ ശരീഅത്ത് നിയമമായിരുന്നെങ്കിൽ ഇവിടെ പലർക്കും സമാധാനം വന്നേനെ. ആരും ഈ സംഭവം ഇപ്പൊ അടുത്ത കാലത്താണ് ബസ്സില് സവാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിക്ക് ഈ പ്രദർശനം നടത്തി കഴിഞ്ഞിട്ട് സ്വയംഭോഗം ചെയ്യാനായിട്ട് ബസ്സിൽ ഇരുന്നിട്ട് ഈ പരിപാടിയെല്ലാം പിടിക്കപ്പെട്ടതും അതിന്റെ വീഡിയോയും നമ്മൾ അവൻ ഇറങ്ങി ഓടുന്നതെല്ലാം കണ്ടതാണ്. ഈ സവാദ് എന്ന് പറയുന്ന, അതായത് സ്വന്തമായിട്ട് സ്വയംഭോഗം പബ്ലിക് KSRTC ബസ്സിൽ സ്വയംഭോഗം ചെയ്തിട്ട് അവനെ പിടിക്കപ്പെട്ട് അവനിൽ തെറ്റില്ലെങ്കിൽ അവൻ ഇറങ്ങി ഓടേണ്ട ഒരു കാര്യമില്ല. ആ ഇറങ്ങി ഓടുന്ന ഓട്ടത്തിലുണ്ട് എല്ലാം. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ മാലയിട്ട് സ്വീകരിച്ച ഒരു വർഗമാണ് കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസിന്റെ ആ ഒരു സംസ്കാരം എന്താണെന്നുള്ളത് അവർ തെളിയിച്ചതാണ്. മുല്ലപ്പൂമാലയിട്ട് സ്വീകരിച്ചതാണ് സവാദിനെ. ഒരു പെൺകുട്ടിയുടെ തൊട്ടടുത്തിരുന്നിട്ട് ഉറങ്ങിപ്പോയിരുന്ന ഒരു പെൺകുട്ടിയുടെ തൊട്ടടുത്തിരുന്ന സ്വയംഭോഗം ചെയ്തിരുന്ന മാന്യനെ പൂമാലയിട്ട് സ്വീകരിച്ച വർഗമാണ് ആര്? കോൺഗ്രസ്. അപ്പൊ നമുക്ക് മനസ്സിലായതാണ് അവരുടെ സംസ്കാരം എന്താണെന്നുള്ളത്. അപ്പൊ ഈ കക്ഷി പറയുന്നതാണ് ശരീഅത്ത് നിയമമാണ് ആദ്യമായിട്ട് നമ്മുടെ നാട്ടില് ശരീഅത്ത് നിയമം, അല്ലെങ്കിൽ ഈ ഭരണഘടന, ലോകമെങ്ങും ആദ്യമായിട്ട് വന്ന ഭരണഘടന ഈ ഇസ്ലാം മതം കൊണ്ടുവന്ന ഭരണഘടനയാണെന്നാണ് പറയുന്നത്. എന്താണ് ഇതിനൊക്കെ പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ഈ പറയുന്ന വിശുദ്ധ ഖുർആൻ, അതിലേക്ക് അടുപ്പിച്ച, ഇസ്ലാം മതത്തിലേക്ക് അടുപ്പിച്ച വിശുദ്ധ ഖുർആനില് ഈ പറയുന്ന സംഗതികളൊക്കെ പ്രതാപൻ സാറിന് അതിലേക്ക് അടുപ്പിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന മറ്റൊരു സംഗതി ഉണ്ടല്ലോ, അതായത് അമുസ്ലിമായ ഒരു മനുഷ്യനെ കഴുത്ത് വെട്ടി കൊലപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അവന്റെ വലത് കൈയാണ് വെട്ടുന്നതെങ്കിൽ അവന്റെ ഇടത് കാല് വെട്ടുക, അവന്റെ ഇടത് കൈയാണ് വെട്ടുന്നതെങ്കിൽ അവന്റെ വലത് കാല് വെട്ടുക എന്ന് പറഞ്ഞ് അങ്ങനെ കൊന്നു കളഞ്ഞാൽ സ്വർഗം കിട്ടും, സ്വർഗത്തിൽ 72 ഹൂറിമാരും നിങ്ങളെ, അതെങ്ങനെയുള്ള ഹൂറിമാരാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, അങ്ങനെയുള്ള ഹൂറിമാര് കാത്തിരിക്കുന്ന, സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കുന്ന, സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഈ പറയുന്ന ഇസ്ലാം മതത്തിലെ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി പല കാര്യങ്ങളും പ്രതാപൻ സാർ കണ്ടില്ലെന്ന് വേണം വെക്കാൻ. അല്ലെങ്കിൽ പ്രതാപൻ സാറിന് എഴുതി കൊടുത്ത അജണ്ടയില് ഈ സംഗതികള് അത് മനഃപൂർവ്വം മാറ്റിയതായിരിക്കും. പിന്നെ മറ്റൊന്ന് പറയുന്നുണ്ട്, ഞാനിതൊക്കെ പബ്ലിക്കിൽ കേൾക്കുന്നതാണ്, മറ്റൊന്ന് പറയുന്നുണ്ട്, 10 മാസം തികഞ്ഞ് നിങ്ങൾക്ക് പ്രസവവേദനയെടുത്ത് നിങ്ങൾ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ പ്രസവിക്കാനായിട്ട് പ്രസവപ്പലകയിൽ കിടക്കുന്ന സമയത്തും നിങ്ങളുടെ ഭർത്താവിന് ലൈംഗിക ഉദ്ധാരണം ഉണ്ടായാൽ ആ സമയത്തും നിങ്ങളെ സമ്മതിച്ചു കൊടുക്കണം എന്ന് കൂടിയിട്ട് ഈ പറയുന്ന വിശുദ്ധ ഖുറാനിലാണ് പറയുന്നത്. ഈ പൊട്ടത്തരങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. ഈ പൊട്ടത്തരങ്ങൾ മുഴുവനും പടച്ചു വിടുന്നത് ഇവരുടെ ആൾക്കാർ തന്നെയാണ്.
ഇവരുടെ ആൾക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന പല വീഡിയോസും അടിച്ചിറക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്, അല്ലാതെ നമ്മൾ ആരും ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഇത് മുഴുവൻ. അപ്പൊ ഇതേപോലെ പല തരത്തിലുള്ള പ്രാകൃതമായ ചടങ്ങുകൾ കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗക്കാരെ ഇതുപോലെ മറ്റുള്ള വിഭാഗത്തിന് അടിച്ചമർത്തുന്ന രീതിയിൽ പ്രസംഗിക്കാനായിട്ട് ഇയാൾക്ക് ഉളുപ്പില്ലേ? ഇയാൾക്ക്? എനിക്കറിയാൻ പാടില്ല. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഓരോരുത്തരുടെ വിഭാഗങ്ങളാണ്, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഞാൻ എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്നു, എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ ക്രിസ്തീയ മതത്തെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തീയ മതത്തെ ബഹുമാനിക്കുന്നു, ഇസ്ലാം മതത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ ബഹുമാനിക്കുന്നതോടൊപ്പം എന്റെ വിശ്വാസത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. എനിക്ക് ആ ഉൾക്കൊള്ളാൻ കഴിയുന്ന അതേ അവസ്ഥയിൽ തന്നെ നിങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ എന്റെ വിശ്വാസത്തെയും നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നാലേ ഇവിടെ ഏകതാ മനോഭാവം വരുന്നുള്ളൂ, എന്നാലേ ഇവിടെ സമാധാനം പുലരുന്നുള്ളൂ, സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു മതവും പറഞ്ഞിട്ടില്ല പണക്കാരനെ പാവപ്പെട്ടവനെ വേർതിരിവ് ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല. ഒരു മതത്തിന്റെ കിതാബിലും പറഞ്ഞിട്ടില്ല പാവപ്പെട്ടവൻ വേറെയാണ് പണക്കാരൻ വേറെയാണെന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ഓരോ വിശ്വാസങ്ങളും, ഒരു സനാതന ധർമ്മക്കാരൻ വിശ്വസിക്കുന്ന ഈ ലോകമുണ്ടായ കാലം തൊട്ട് ഓരോ സനാതന ധർമ്മക്കാരനും ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് സനാതന വിശ്വാസമാണ്. ആ സനാതന ധർമ്മമാണ്. ആ സനാതന ധർമ്മത്തിൽ ലോകമുണ്ടായ കാലം തൊട്ട് ആ കാലത്ത് പറയുന്നതാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മത്തിൽ പറയുന്നതാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇവിടെ ആർക്കാ കഴിയുന്നത്? ക്രിസ്ത്യാനിക്ക് കഴിയുന്നുണ്ടോ? ഇസ്ലാമിന് കഴിയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അവർക്കൊരിക്കലും കഴിയില്ല. ഇത്രയും സഹിഷ്ണുതയോട് കൂടിയിട്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനായിട്ട് ഇവിടെ ഓരോ തരത്തിലുള്ള മതക്കാർക്കും സാധ്യമല്ല. അതെന്തുകൊണ്ടാണെങ്കിൽ അവരങ്ങനെ ട്രെയിൻഡ് ആണ്. ഈ വേർതിരിവ്, ചെറുപ്പകാലങ്ങളിൽ തൊട്ടുള്ള വേർതിരിവ് അവരുടെ തലയ്ക്കകത്തോട്ട് വർഗീയ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മദ്രസയിൽ പോകുന്നതും മറ്റുള്ള കാര്യങ്ങളിലും വേർതിരിവ് കുത്തിക്കയറ്റിയാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിപ്പോയത്. ഇന്നത്തെ തലമുറ അങ്ങനെ ആയിപ്പോയത്, ഈ വേർതിരിവ് വന്നു പോയത്. ആ സമയത്ത് ഇവിടെ ഹിന്ദു എന്താണ് പഠിക്കുന്നത്? അപ്പുറത്തുള്ളവനെയും ഇപ്പുറത്തുള്ളവനെയും കൂടെയുള്ളവനെയും ഇസ്ലാം മതക്കാരനെയും ക്രിസ്ത്യാനിയെയും ഒരുപോലെ ചേർന്ന് നിൽക്കാനും അവന്റെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാനും അവന്റെ ആചാരങ്ങളെ ബഹുമാനിക്കാനുമാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെ ഉൾക്കൊള്ളാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഈ പ്രതാപൻ മുസ്ലിയാര്, പ്രതാപൻ ഇനിയിപ്പം എവിടെയെങ്കിലും പോയി ചെത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, അതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ എവിടെ പോയി ചെത്തിയാലും അതൊക്കെ പ്രതാപന്റെ സ്വന്തം പേഴ്സണൽ കാര്യങ്ങളാവണ്ടേ? അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കാര്യം എന്താണ് പ്രതാപന്? പ്രത്യേകിച്ചും പ്രതാപൻ ഒരു പബ്ലിക് സേവകനാണ്. ഒരു പബ്ലിക്കിന്റെ മുന്നില് സേവിക്കുന്ന ഒരാള് ഒരു കൂട്ടർ മാത്രമാണ് ശരി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മനോരോഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇനി അടുത്തത് കേൾക്കാം, പ്രതാപൻ സാറിന്റെ അടുത്ത പ്രസംഗം കേൾക്കാം. യാത്ര ചെയ്യാനും വിശുദ്ധ ഖുർആനിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന ഗർഭസ്ഥ ശിശുവിന്റെ ആരംഭം മുതൽ ഭൗതിക ലോകത്തെ ജീവിതത്തിന് അവന്റെ ജീവിതത്തിന്റെ എല്ലാ രീതികളും അവന് ഭക്ഷണം മാത്രമല്ല, ആഹാരം മാത്രമല്ല, അവൻ അനുഷ്ഠിക്കേണ്ടി വരുന്ന ഭൗതികമായ മുഴുവൻ ജീവിതങ്ങളും ഒരു നിശ്ചിതമായ മാർഗനിർദ്ദേശത്താൽ എഴുതപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ ഭൗതികമായ ഭരണഘടന. ആത്മീയമായ അതിനോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു മനുഷ്യന് ഉള്ള ജീവിതം, യഥാർത്ഥ ജീവിതം എവിടെയാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്ന പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ഭൗതിക ജീവിതം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ഒരുപക്ഷെ ഉത്ഭവം മുതൽ അവന് തൊട്ട് സെറ്റ് വരെയുള്ള വാചകം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതുവരെയുള്ള ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതചര്യകളെയും ചൂണ്ടിക്കാണിക്കുന്ന പരിഷ്കൃത സമൂഹത്തിന്റെ ആദ്യത്തെ സൃഷ്ടിപരമായ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് കൊണ്ട് ആ വിശുദ്ധ ഖുർആനെ അടിസ്ഥാനമാക്കിയുള്ള ശരിയായ ഒരു വിശ്വാസിക്ക്, ഒരു ശരിയായ ഒരു ദീനിൽ വിശ്വാസിക്ക് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പൂർണ്ണമായും മറ്റെന്തിനേക്കാളും അതീതമാണ് ദൈവ നിശ്ചയമായ വഴികളിലൂടെയാണെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാക്കും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം. നമ്മളൊക്കെ ഈ ലോകത്ത് സോഷ്യലിസം പറയുന്നവരുണ്ട്, മാർക്സിസം പറയുന്നവരുണ്ട്, ഗാന്ധിസം പറയുന്നവരുണ്ട്. ആധുനിക ലോകത്ത് സോഷ്യലിസവും മാർക്സിസവും ഗാന്ധിസവും ഒക്കെ പറയുന്ന ലോകത്ത് സമത്വവാദം പറയുന്ന ലോകമാണ്. അതിനുവേണ്ടിയാണ് കോടതികളും പാർലമെന്റുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ ലോകത്ത് എവിടെയും ഉള്ളത്. അതിന് മുൻപ് തന്നെ, അതെല്ലാം വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യന്റെ മുന്നിൽ ആദ്യമായി
ലോകത്തിന്റെ 7 കവാടങ്ങൾ അടക്കും എന്ന് പഠിപ്പിച്ച, സക്കാത്ത് തടഞ്ഞ കാരണം കൊണ്ടല്ലാതെ കടലിലും കരയിലും ഒരു സമ്പത്തും നശിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ച, ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഇന്നത്തെ മനുഷ്യന് കൂടി നാളത്തെ മനുഷ്യന് കൂടി വിഭാവനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കൾ കൂടിയാണ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. വേറെ ഈ ലോകത്തിന്റെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കൾ കൂടിയാണ് ഇസ്ലാം മതം. ലോകത്തിന്റെ ആദ്യത്തെ സാമ്പത്തിക ഉപജ്ഞാതാവ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും പ്രതാപൻ സാറിന്. ആര്? ഇസ്ലാം മതം, അല്ലെങ്കിൽ ഇസ്ലാം പണ്ഡിതരായിരിക്കും. ഇത് ഇയാള് പൊട്ടനാണോ അതോ ഇയാള് പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എനിക്കറിയാൻ പാടില്ല. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും ഒരേ മനസ്സോട് കൂടിയിട്ട് ഒരുപോലെ കാണാൻ കഴിയുന്ന, ഒരേ സ്ഥാനം നൽകുന്ന ഇത് ഇസ്ലാം മതമാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന ഇസ്ലാമില് അമുസ്ലിം എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാ ഉണ്ടായത്? ഇത് പ്രതാപൻ തന്നെ പറയണം. ഈ പ്രതാപൻ സാറിനെ കാണാൻ എന്തെങ്കിലും യോഗം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പറയുന്ന ഈ അമുസ്ലിങ്ങള്, അമുസ്ലിമിനെ കണ്ടാൽ, ഒരു അമുസ്ലിമിനെ കണ്ടാൽ അവന്റെ കഴുത്ത് വെട്ടിയാൽ നിനക്ക് സ്വർഗം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഖുറാൻ, വിശുദ്ധ ഖുറാൻ, ആ വിശുദ്ധ ഖുറാനെ ചൂണ്ടിയാണ് പ്രതാപൻ പറയുന്നത് ഈ ഭൂമിയില് ഏകത, എല്ലാവർക്കും ഒരേ സ്ഥാനം, എല്ലാവർക്കും ഒരേ സ്ഥാനത്തില് ഒരേ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് സക്കാത്തിൽ, അതായത് ദാനധർമ്മങ്ങൾ ഏറ്റുകൊണ്ട്, ഇവിടെ ദാനധർമ്മങ്ങൾ നടത്തുന്ന ഈ ഒരു വർഗക്കാര് മാത്രമാണോ ഈ ഭൂമിയിൽ? ആണോ? ഇനി കൂടുതൽ 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 എന്റെ പുറകെ പോയി കഴിഞ്ഞാല് നമ്മള് മറ്റു പലതും പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന പൊട്ടത്തരങ്ങളില് ഈ ആരോ എഴുതി കൊടുത്ത അജണ്ട വായിച്ചു കൂവുമ്പോ ഞാനൊരു പബ്ലിക് സേവകനാണ്, ഞാനൊരു പൊതുപ്രവർത്തകനാണ് എന്നുള്ളൊരു ബോധമെങ്കിലും അയാൾക്ക് വേണ്ടേ? ഒരു ചെറിയ തടസ്സം ഉണ്ടായി, സോറി. ഇവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഈ മനുഷ്യൻ എന്താണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മളത് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇതുപോലെ പബ്ലിക്കിന്റെ മുന്നിൽ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയക്കാരിയായിട്ടോ രാഷ്ട്രീയം പറയുന്ന ആളായിട്ടോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. എല്ലാവരുടെ വിശ്വാസങ്ങളും അവരവർക്കുണ്ട്, അത് അവരവർ കൊണ്ട് നടന്നോട്ടെ, നമുക്കതിന് യാതൊരു വിരോധവുമില്ല. എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന ആള് തന്നെയാണ് ഞാൻ. എനിക്കതിന് യാതൊരു പ്രശ്നവുമില്ല, സ്വീകരിക്കാനും എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു മനസ്സിന്റെ ഉടമയാണ് ഞാൻ. ജാതിയോ മതമോ ഒന്നും പ്രധാനമായിട്ട് അതിന് പ്രാധാന്യം കൊടുത്ത് നടക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ പറഞ്ഞാൽ, നമ്മുടെ നാട്ടില് നമ്മുടെ എല്ലാവരെയും ഏകതയോടുകൂടി കാണുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇതാണ് പറയുന്നതെങ്കിൽ എന്താണ് നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയണം. ഇതൊക്കെ പറയുന്നത് ഒരു സത്യസന്ധമായ കാര്യങ്ങളാണോ? ഇപ്പോ നമ്മുടെ നാട്ടില് ഇത്രയും കാലം നമ്മൾ ആരാണോ എന്താണോ എങ്ങനെയാണോ എന്നൊന്നും നോക്കാതെ കഴിഞ്ഞ 10-75 കൊല്ലക്കാലം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഭാരതം ഇവര് കോൺഗ്രസ്സുകാരാണ് ഭരിച്ചിരുന്നത്. ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ആ സമയത്തും ഇപ്പൊ ഒരു വെറും ഇറ്റലിക്കാരിയായിരുന്ന ഒരു സ്ത്രീയെ ഇതിന്റെ തലപ്പത്ത് നമ്മള് മനസ്സുകൊണ്ട് എന്താ പറയാ അംഗീകരിക്കാൻ തയ്യാറായ ആൾക്കാരാണ് നമ്മള്, അല്ലെ? അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ ഹിന്ദു അതായത് ഇന്ത്യ എന്ന് പറയുന്നാൽ, ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ആ ഒരു സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന നാടാണ് ഇന്ത്യ മഹാരാജ്യം, ഭാരതം ആണല്ലോ. അതെല്ലാവരും അംഗീകരിച്ച ഒരു പച്ചയായ സത്യമാണ്. അപ്പൊ ഈ ഭാരതത്തില് നമ്മള് ആരെയും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്ന ഓരോ രാഷ്ട്രീയക്കാരനായാലും ഓരോ രാഷ്ട്രീയ പ്രവർത്തകരായാലും ഈ പറയുന്ന ഇറ്റലിക്കാരിയായ സോണിയ ഗാന്ധിയെ വരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ മറ്റുള്ളവരെ മുഴുവനും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന മനസ്സുള്ളത് കൊണ്ടാണ്. ഈ പറയുന്ന ഇസ്ലാം രാജ്യം, ഈ പറയുന്ന വിശുദ്ധ ഖുർആൻ ആയിരുന്നെങ്കിൽ, ഇവിടുത്തെ ശരീഅത്ത് നിയമമായിരുന്നെങ്കിൽ, പ്രതാപ, താങ്കളുടെ പാർട്ടിയും താങ്കളുടെ നേതാവും ഈ നാട്ടിൽ ഉണ്ടാവുമായിരുന്നോ? ഇപ്പം പോട്ടെ, ഫോർ എക്സാമ്പിള്, ഇപ്പൊ തുർക്കിയിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള നാടുകളിലോ പോയിട്ട് ഈ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഈ പറയുന്ന പ്രതാപന ധൈര്യമുണ്ടോ? നടക്കുവോ? നടക്കില്ല. ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ നടക്കുള്ളൂ. ഒരു ഇറ്റലിക്കാരിയായ ഒരു സ്ത്രീയെ ഒരു നേതാവായിട്ട് അംഗീകരിക്കാനും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട് ഭരിക്കാനും നമ്മളെ ഭരിക്കപ്പെടാനും നമ്മൾ സമ്മതിച്ചതും നമ്മൾ അംഗീകരിച്ചതും ഈ സനാതന ധർമ്മം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്.
അത് ഇവരുടെ പാർട്ടി മനസ്സിലാക്കണം, അത് കോൺഗ്രസ് മനസ്സിലാക്കണം. ഈ സനാതന ധർമ്മികള് മറ്റൊരു വിഭാഗമായിരുന്നെങ്കിൽ ഇപ്പൊ കൂടുതൽ, അതായത് കുറച്ച് പോപ്പുലേഷൻ ഒന്ന് കൂടുമ്പോഴേക്കും കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ജില്ല, അവിടെ കുറച്ച് പോപ്പുലേഷൻ ഒന്ന് കൂടുമ്പോഴേക്കും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവർക്ക് മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നിരത്തിലിറങ്ങി, ഇവിടുത്തെ കുഞ്ഞു കുട്ടികളടക്കം മുസ്ലിം വനിതകളടക്കം നിരത്തിലിറങ്ങിയിട്ട് അപ്പോഴേക്കപ്പോഴേ ബഹിഷ്കരിച്ച ആൾക്കാരാണ് ഈ പറയുന്ന വർഗക്കാര്. നമ്മൾ കണ്ടതാണ്, സത്യസന്ധമായിട്ട് നമ്മൾ കണ്ടതാണ്. മലപ്പുറത്ത് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി നിശ്ചയിച്ചപ്പോ ഞങ്ങൾക്ക് മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ വേണം, മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥി തന്നെ വേണം. അതുപോലെ മലപ്പുറം ജില്ലയിൽ കുറച്ച് പോപ്പുലേഷൻ കൂടിയപ്പോ ആ പോപ്പുലേഷനിൽ പറയുന്ന എന്താണ്, ഞങ്ങൾക്ക് മലപ്പുറം ഞങ്ങളുടെ രാജ്യമായിട്ട് ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ നാടായിട്ട് ഞങ്ങൾക്ക് പതിച്ചു തരണം, അല്ലെങ്കിൽ വെട്ടിമുറിക്കണം, കേരളത്തെ വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞ വർഗക്കാരാണ്. അപ്പോ ഇവിടെ മുസ്ലിം ആൾക്കാർ ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന ശരീഅത്ത് നിയമം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരു മുസ്ലിം രാഷ്ട്രമായി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതാപനൊക്കെ രണ്ടു കാലം നടക്കുമോ ഇവിടെ? എപ്പോഴും നമ്മൾ ഇവരുടെ വർഗത്തിന്റെ കാര്യങ്ങളല്ലാതെ, ശരീഅത്ത് നിയമങ്ങളല്ലാതെ, അവരുടെ പിന്നെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവർ പറയുന്നതോ അല്ലാതെ ഇവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്ന സംഗതികൾ പ്രസംഗിക്കാനോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏകദൈവം തന്നെയുള്ള ആൾക്കാര് ഈ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന സംഗതികളല്ലാതെ ബാക്കി എന്തെങ്കിലും ഇവിടെ നടത്താൻ സാധിക്കുമോ? സ്വതന്ത്രമായി നിന്ന് വായ വന്നത് വിളിച്ചു പറയാനായിട്ട് ഈ പ്രതാപന് സാധിക്കുമോ? തോന്നുന്നുണ്ടോ? ഇവരിതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇവർ ചിന്തിക്കണ്ടേ, കഴിഞ്ഞ 10-75 വർഷങ്ങളായിട്ട് ഭാരതത്തെ ഭരിച്ചു മുടിച്ച് കട്ടുമുടിക്കാനായിട്ട് സാധിച്ചത് എന്തുകൊണ്ടാണ്? സനാതന ധർമ്മികൾ എന്ന് പറയുന്ന ഒരു പറ്റം ജനങ്ങൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ്. അവരെ ചവിട്ടിക്കൂട്ടിയാണ് ഈ പറയുന്നത്. ഇപ്പൊ ഈ കുറച്ചു നേരം മുമ്പ് ഞാനിങ്ങനെ പ്രതാപന്റെ ഈ പ്രസംഗം കേട്ടപ്പോഴ്, പ്രതാപന്റെ ഈ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അരോചകമായിട്ട് തോന്നി. ആ അരോചകമായിട്ട് തോന്നിയപ്പോ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങളുടെ തൊട്ടയൽവക്കക്കാരനാണ്, കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോ തൃശ്ശൂരിന്റെ ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ജനറൽ സെക്രട്ടറിയോട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതാ ഇങ്ങനൊരു വീഡിയോയെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിന്റെ സത്യമെന്ന് അറിയുന്നില്ല, എന്തായാലും പറഞ്ഞത് വളരെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ മോശമല്ലേ, അതൊരു രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരു വിഭാഗക്കാരെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്ന ഈ സംഗതികൾ മറ്റുള്ളവർക്ക് കേട്ടാൽ ദഹിക്കണമെന്നില്ല. അത് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചൂടായിട്ട് എന്നോട് ചോദിക്കാണ്, പിന്നെ താൻ ഇതിനു മുമ്പ് ചെയ്തിരുന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നു, പ്രതാപനെ കുറിച്ച് പറഞ്ഞത് ശരിയായില്ല, പ്രതാപൻ എന്ത് ചെയ്തിട്ടാണ്, അത് ഞങ്ങളുടെ ഒരു പോഷക സംഘടനയായിരുന്നു, അവർ യൂത്തന്മാരാണ് അവിടെ വന്ന് ചെയ്തത്. പിന്നെ അത് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ പറയുന്നത്, താൻ അവിടെ ഇരുന്നു കൊണ്ടല്ലേ കേൾക്കുന്നത്, അത് സത്യമല്ല. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ തൃശ്ശൂര് പ്രസംഗിച്ചു പോയതിനു ശേഷം അവിടെ ചാണകവെള്ളം തളിക്കാനായിട്ട് ഇവരുടെ ഒരു പോഷക സംഘടനയാണെന്ന് പറയുന്നു. അവര് വന്നപ്പോഴ് അത് പ്രതാപന്റെ അറിവോടുകൂടിയല്ല എന്ന് പറയുന്നു. ശരി, ഞാൻ സമ്മതിക്കുന്നു. അത് യൂത്ത് സംഘടനയോ അവരുടെ പോഷക സംഘടനയോ കോൺഗ്രസോ പിന്നെ മാർക്സിസ്റ്റോ BJPയോ ആരാവട്ടെ, ഞാൻ ചോദിക്കുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അവിടെ വന്നത്. ആ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ സഹകരിക്കേണ്ട ഒരു സ്ഥലമാണത്. അപ്പൊ അവിടെ രാഷ്ട്രീയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നു, ശരി, സമ്മതിക്കാം. അതെ, പ്രധാനമന്ത്രി BJPയുടെ മാത്രമാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി BJPയുടെ മാത്രം കുത്തകയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയും 140 കോടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഓട് പൊളിച്ചിട്ടോ അല്ലെങ്കിൽ നൂലുമ കെട്ടിയിറക്കിയതോ അല്ല. അപ്പൊ ഈ അല്പന്മാര് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഞാൻ ആ വിഷയത്തെ കൂടുതൽ സംസാരിക്കാൻ പോയില്ല, കാരണം വെറുതെ തർക്കിച്ചിട്ട് അയൽവക്കത്തുള്ള ബന്ധം വഷളാക്കണ്ടെന്ന് കരുതിയിട്ട്. രാഷ്ട്രീയം പറഞ്ഞാൽ പലപ്പോഴും പല ബന്ധങ്ങളും അവസാനിച്ചു പോകും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവായതാണ്. ഞാൻ ഫോൺ കട്ട് ചെയ്തു, കാരണം അയാളെ പറഞ്ഞു തിരുത്താനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. അതുപോലത്തെ സംസാര രീതികളാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, പ്രധാനമന്ത്രി സംസാരിച്ചു പോയപ്പോൾ അവിടെ ചാണകവെള്ളം തളിക്കാനായിട്ട് ഞാൻ ഇട്ട വീഡിയോ പോസ്റ്റ് കണ്ടിരുന്നു, അത് വളരെ മോശമായി പോയി എന്ന് പറയുമ്പോ ഞാൻ എന്തിനാ മോശമാക്കുന്നത്? എന്റെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ രാഷ്ട്രീയമല്ല കരുതിയത്. ആ പ്രധാനമന്ത്രി പിന്നെ പ്രസംഗിക്കാൻ വന്ന പൊതുചടങ്ങിൽ പ്രസംഗിക്കാൻ വന്ന സ്റ്റേജിൽ ചാണകവെള്ളം തളിക്കാനായിട്ടുള്ള യോഗ്യതയൊന്നും ഇനിയിപ്പം കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല, കോൺഗ്രസ് മൊത്തം വിചാരിച്ചാലും അത് ചെയ്തത് മോശം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് വളരെ മോശമാണ്. ഭാരത പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടല്ല വന്നത്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ്. ആ ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു. ആ ബഹുമാനമെങ്കിലും അദ്ദേഹത്തിന് ഇവർ കൊടുക്കണമായിരുന്നു. അത് കൊടുത്തില്ല. അതിന് പകരം ഈ പറയുന്ന എന്റെ സുഹൃത്ത് എന്നോട് വാദിക്കാൻ വരുന്ന അടുത്ത പോയിന്റ് എന്താണെന്നറിയോ? അവർ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ, പ്രധാനമന്ത്രി അതിന്റെ ഒരു തടസ്സം നേരിട്ടു.
അതായത് പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ജീവിതമാണ് എന്റെ മുന്നിലേക്ക് വലിച്ചിടുന്നത്. എന്റെ സുഹൃത്ത് എന്നോട് പറയാണ്, പ്രധാനമന്ത്രി സ്വന്തം ജീവിതത്തില് ഭാര്യയെ ഉപേക്ഷിച്ചവനാണ് പ്രധാനമന്ത്രി. ഞാൻ ചോദിക്കുന്ന, ഭാര്യയും ഭർത്താവിനെയും ഉപേക്ഷിച്ചവരും പിന്നെ സ്വന്തം പേഴ്സണൽ ജീവിതങ്ങളൊക്കെ പലതരത്തിലും പലർക്കും പലതരത്തിലാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെയുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ, ഇല്ലേ? എല്ലാവരും കല്യാണം കഴിച്ചാൽ അതേ ഭാര്യയോട് കൂടി തന്നെ അവസാന കാലം വരെ ജീവിച്ചവരാരും ഇല്ല. ഉണ്ടോ? പലരും ശരിയാവില്ലാന്ന് തോന്നുമ്പോൾ ഡിവോഴ്സ് ആവുന്നുണ്ട്, പലരും ജീവിതത്തിൽ ഇടയ്ക്ക് വെച്ചിട്ട് പിരിയുന്നവരുണ്ട്, പലതരത്തിലും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് മുഴുവനും വലിച്ചിട്ട് പറയാനായിട്ട് അത്രയും ബോധമില്ലാത്തവനാണോ ഇയാളെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. കാരണം പണ്ടത്തെ കാലത്ത് ശൈശവ വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ആ ശൈശവ വിവാഹത്തില് എങ്ങാണ്ട് പറഞ്ഞു വെച്ചൊരു ബന്ധമാണ് നരേന്ദ്രമോദിയുടെ ഒരു പേഴ്സണൽ ജീവിതത്തിൽ ഉണ്ടായ ഒരു ബന്ധം. ആ ബന്ധം പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇവരിപ്പോ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സിൽ ഇത്രയും കാലം നിൽക്കുന്ന ഈ പ്രതാപൻ അടക്കമുള്ള ഈ മാന്യന്മാര് ഇന്നും അന്നും കല്യാണം കഴിച്ച ഭാര്യയുടെ കൂടെ മാത്രം ജീവിച്ചവരാണോ? ഈ പറയുന്ന തൃശ്ശൂരത്തെ ജനറൽ സെക്രട്ടറിയോടും കൂടി കേൾക്കാനാ ഞാൻ ചോദിക്കുന്നത്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാരില്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഈ കണ്ട കാലം കൂടെ നിന്നിരുന്ന സീനിയർ ആയിട്ടുള്ള ജൂനിയർ ആയിട്ടുള്ള എല്ലാ നേതാക്കന്മാരോടും കൂടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കെട്ടിയ പെണ്ണിനെ മാത്രമേ നിങ്ങൾ മുഖം കണ്ടിട്ടുള്ളൂ, വേറൊരു പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ പറയുമ്പോ നരേന്ദ്രമോദി കല്യാണം കഴിച്ചു, ഭാര്യയെ ഉപേക്ഷിച്ചു, എന്ത് ഉളുപ്പുണ്ടോ ഇതൊക്കെ പറയാനായിട്ട്? ഒരു സരിതാ നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആദ്യ അവസാനം മുതൽ ഒന്നാക്കിയ കോൺഗ്രസ്സുകാരാണ് പറയുന്നത് നരേന്ദ്രമോദി പിന്നെ കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ ഉപേക്ഷിച്ചവനെന്ന്. നരേന്ദ്രമോദി കല്യാണം കഴിച്ച എന്ത് ശൈശവ വിവാഹത്തില് അന്നത്തെ കാലത്ത് ഏതോ കാലത്ത് നടന്നൊരു ചടങ്ങ്, ആ ചടങ്ങിൽ ഉണ്ടായിരുന്ന ഭാര്യയെ ഉപേക്ഷിച്ചു നരേന്ദ്രമോദി. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമല്ലേ? ഇവിടുത്തെ കലാകാരന്മാര്, സാംസ്കാരിക പിന്നെ നായകന്മാര്, അല്ലെങ്കിൽ സിനിമ അഭിനേതാക്കള്, കവികള്, കവയിത്രികള്, ഇങ്ങനെ വേണ്ട എല്ലാ തലത്തിലുള്ള പിന്നെ പബ്ലിക്കായിട്ടുള്ള സാംസ്കാരിക നായകന്മാരെ നോക്കിയാൽ ആരൊക്കെയാണ് ഒറ്റ ഭാര്യയായിട്ട് ജീവിച്ചവര്? എത്ര പേരുണ്ടാവും? വിരലിലെണ്ണാവുന്നവര് മാത്രം, വെറും വിരലിലെണ്ണാവുന്നവര് മാത്രം. അങ്ങനെ ഉള്ളപ്പോഴാണ് പറയുന്നത് പ്രധാനമന്ത്രി കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ ഉപേക്ഷിച്ചവനാണെന്ന്. അദ്ദേഹത്തിന്റെ മേലേക്ക് ചാർത്തപ്പെടാനായിട്ട് കണ്ട ഒരു കുറ്റമാണ് ഈ പറയുന്നത്. അല്ലാതെ ഈ കണ്ട കാലം ഭരിച്ചിട്ട് ഇത്രയും രൂപയുടെ അഴിമതി നടത്തിയില്ലേ, ഇത്രയും രൂപയുടെ കുംഭകോണം നടത്തിയില്ലേ, ഇത്രയും രൂപ കട്ടെടുത്തില്ലേ എന്ന് പറയാൻ ഒരു വാക്കുകൊണ്ട് പോലും ഇല്ല. അതാണ് ആ മനുഷ്യന്റെ പ്ലസ് പോയിന്റ്. ഇന്ന് നരേന്ദ്രമോദിയെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ്, അദ്ദേഹം വളർത്തിയെടുത്ത അദ്ദേഹത്തിന്റെ പിന്നെ സ്വഭാവ രീതികള്, അദ്ദേഹം നാടിനു വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും, അതൊക്കെയാണ് ഈ ലോകത്തെ ജനതകൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്ലസ് പോയിന്റ് അല്ലേ? അപ്പോ അതേപോലത്തെ ഒരു മാന്യനായ, ഇത്രയും ഒരാളെ കൊണ്ടും ഒരു രൂപയുടെ പോലും പിന്നെ അഴിമതിയോ അല്ലെങ്കിൽ കട്ടുതീറ്റയോ ഒന്നുമില്ലാതെ മാന്യമായിട്ട് ഇന്നത്തെ തീയതി വരെ ഒരാൾക്കും വിരൽ ചൂണ്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു പൊതുപ്രവർത്തകൻ അത് പ്രവർത്തിച്ചെങ്കിൽ അതാണ് ആ മനുഷ്യന്റെ ബഹുമാനം. അതാണ് ആ മനുഷ്യനിലേക്ക് പാർട്ടി മറന്ന് എല്ലാവരെയും ആ മനുഷ്യനിലേക്ക് അടുപ്പിക്കാനായിട്ടുണ്ടായ കാരണം. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതാണ്. അഴിമതിയില്ല. ഒരു വാക്കുകൊണ്ട് പോലും, ഒരു രൂപ കൊണ്ട് പോലും അദ്ദേഹത്തിന്റെ നേരെ അഴിമതി പറയാനായിട്ട് സാധിക്കില്ല. അപ്പോ ഏതായാലും ശരി, കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകുമ്പോ ചെയ്തു കൂട്ടിയ എല്ലാ തോന്നിവാസങ്ങൾക്കും കാലം തന്നെ മറുപടി കൊടുക്കും. ആ കാലം തന്നെ മറുപടി കൊടുത്തതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് അവസാനം വന്നു നിൽക്കുന്ന ഒരു പപ്പുമോൻ ഉണ്ടല്ലോ കോൺഗ്രസ്സില്. ആ പപ്പുമോന് യാതൊരു തരത്തിലുള്ള വകതിരിവുമില്ലാതെ, യുക്തിബോധവുമില്ലാതെ, എവിടെ എങ്ങനെ പറയണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഇതുപോലൊരു പപ്പുമോനെ കൊടുത്തെങ്കിൽ അത് കാലം കൊടുത്ത മറുപടിയാണ് ഗണ്ഡി കുടുംബത്തിന്. ഗണ്ഡി കുടുംബത്തിന് കാര്യം നടന്നു കഴിഞ്ഞപ്പോ മഹാത്മാഗാന്ധിയെ വരെ ചവിട്ടി തള്ളിയ വർഗമാണ് ഈ ഗണ്ഡി കുടുംബം. മഹാത്മാഗാന്ധിയുടെ ഗാന്ധിസം വെച്ചിട്ട് ആ ഗാന്ധിസത്തിന്റെ പേരില് ഇന്ന് ഇട്ട് നടക്കുന്ന, അതായത് വടി പോലെ പിന്നെ ഉണക്കി കൊണ്ടു നടക്കുന്ന കോൺഗ്രസ്സുകാരന്റെ ഈ പറയുന്ന വടി പോലെ ഉണക്കി നടക്കുന്ന അവന്റെ കുപ്പായമടക്കം, ആ വെള്ള കുപ്പായമടക്കം അതിന്റെ പുറകില് കാരിരുമ്പ് കറുത്ത പിന്നെ കളറുള്ള സ്വഭാവങ്ങളാണ്. അത് വേണം കരുതാൻ. ഈ കോൺഗ്രസ്, അതായത് ഏറ്റവും കൂടുതൽ ധാർമ്മികതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവകാശത്തോട് കൂടിയിട്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല്, പഴയ ഒരു കോൺഗ്രസ്സുകാരന്റെ മകളാ ഞാന്, പഴയ ഒരു കോൺഗ്രസ് കുടുംബമാണ് ഞാന്. ആ പഴയ ഒരുപാട്, എന്റെ അച്ഛൻ ഏറ്റവും നല്ല മൂത്ത കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ കൂടിയായിരുന്നു എന്റെ അച്ഛൻ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി.
അദ്ദേഹം 10 പൈസ പോലും സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് പട്ടിണിയായിട്ട് കൂടി, പട്ടിണി കിടന്ന് വളർന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പട്ടിണി കിടക്കുമ്പോ കൂടി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷൻ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ പെൻഷൻ പോലും വേണ്ടെന്ന് വെച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ. അങ്ങനെയുള്ള ഒരു പഴയ കോൺഗ്രസ്സുകാരന്റെ മകളാണ് ഞാൻ. ഒരുപാട് നല്ല ആദർശങ്ങൾ പഠിപ്പിച്ച, ഒരുപാട് നല്ല, അതായത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും കഷ്ടപ്പാട് വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും മുണ്ട് മുറുക്കി എടുത്താലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാതെ ഉള്ളത് കൊണ്ട് കഴിയണമെന്ന് ജീവിതം പഠിപ്പിച്ച ഒരു അച്ഛന്റെ മകളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു ആദർശധീരനായ അച്ഛനാണ്. അവസാന കാലം വരെയും എൻ്റെ അച്ഛന് ആക്സിഡന്റ് പറ്റി മരിക്കുന്ന കാലം വരെയും എൻ്റെ അച്ഛൻ ഒരിക്കലും ഒരു ബാക്കിയുള്ള ഒരു തുണിത്തരങ്ങളും എൻ്റെ അച്ഛൻ ഉപയോഗിച്ചിട്ടില്ല, ഖദർ മാത്രം. അവസാനം വരെ, അച്ഛന്റെ മരണം വരെ ഖദർ മാത്രം ഉപയോഗിച്ച്, ഖദറിന്റെ അച്ഛൻ ആകെ കൂടി തുണികൾ മേടിച്ചിട്ടൊന്നും 10 രൂപ പോലും ചെലവാവില്ല. ഒരു ആഡംബര ജീവിതവുമില്ല. ഒരു ഗാന്ധിയന്റെ അതേപോലത്തെ അവസാന കാലം വരെ ഖദർ മാത്രം ധരിച്ച്, മരണാവസാനം വരെ ഖദർ മാത്രം ധരിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പഴയ കോൺഗ്രസ്സുകാരന്റെ മകളാണ് ഞാൻ. ഞാനാണ് പറയുന്നത്. അപ്പൊ എനിക്ക് എല്ലാ തരത്തിലും പറയാനുള്ള അർഹതയുണ്ട്. ഈ പറയുന്ന ഇവന്മാരെന്നിട്ട് എന്നോട് പറയണതാണ്, ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് കല്യാണം കഴിച്ചപ്പോ കല്യാണത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ചു. ശൈശവ വിവാഹത്തിലെങ്ങാണ്ട് പണ്ട് തന്തയും തള്ളയും ചെയ്തു വെക്കുന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ പേരില് ഇന്നും അദ്ദേഹത്തിന് വിമർശിക്കുകയാണ്. അല്ലാതെ 10 രൂപയുടെ പോലും ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. ഇനി എന്താണെങ്കിലും ശരി എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ പണ്ട് മൻമോഹൻ സിംഗിനെ നാണം കെടുത്തിയപ്പോ ആ സംഗതിയിൽ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി തന്നെ പറയുന്നുണ്ട്, കേരളത്തിലെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ നാണം കെടുത്താനൊന്നും ആരും വരേണ്ട കാര്യമില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ മറ്റൊരാള്, പുറത്തു നിന്ന് വന്ന ഒരാള് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് കളിക്കേണ്ട. അന്നും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞിരുന്ന ഒരേ വാക്കിതാണ്. അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹത്തെ ആരോ കളിയാക്കിയതിന്റെ പേരില് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി കൊടുത്ത മറുപടിയാണ്, ഞങ്ങളുടെ ഇന്ത്യക്കകത്ത് കയറി കളിക്കാൻ വരണ്ട, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചൊറിയാൻ വരണ്ട, അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. പറഞ്ഞു വരുമ്പോ ഞങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ പുറത്തുനിന്നുള്ള ഒരാള് പ്രധാനമന്ത്രിയെ കളിയാക്കാൻ വരേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആ മാനസികാവസ്ഥയാണ് ആ മനുഷ്യനെ ഇന്ന് എല്ലാവരുടെ മുമ്പിൽ നേതാവാക്കിയത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ മാനസികാവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെ മുമ്പിലും അദ്ദേഹത്തെ നേതാവാക്കിയത്. ഈ ഏകതാ മനോഭാവം തന്നെയാണ്. പക്ഷെ ഇന്ന് കോൺഗ്രസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന മുസ്ലിം പ്രീണനം, എവിടെ നോക്കിയാലും പ്രീണനങ്ങൾ മാത്രം, പ്രീണിപ്പിച്ച് ഞാൻ ചോദിക്കുന്നേ, ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് മുസ്ലിം മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? മുസ്ലിമുകൾക്ക് മാത്രം ഒരു ജീവിതം ഉണ്ടായാൽ മതിയോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതോ ഇവിടെ ഒരു മുസ്ലിം രാജ്യം ഉണ്ടായി കാണണമെന്നാണോ ഇവരുടെ ഒരു ആവശ്യം? അപ്പൊ ബാക്കിയുള്ളവർ എവിടെ പോവും? ഇവിടെ മുസ്ലിം ഭൂരിപക്ഷത്തില് 1 or 2 കൂടി വരുമ്പോ തന്നെ പലതരത്തിലുള്ള നിയമങ്ങളും പലതരത്തിലുള്ള ശരീഅത്ത് നിയമങ്ങളും നടപ്പിലാക്കാനായിട്ട് പലരും ഇവിടെ ശ്രമിക്കുന്നുണ്ട്. നടക്കുന്നില്ല. അതാണ് സത്യം. അപ്പൊ ഈ ലോകം മുഴുവനും ഇസ്ലാം മതം വന്നു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യൻ സമാധാനമായിട്ട് ജീവിക്കുവോ പ്രതാപ? ലോകം മുഴുവൻ ശരീഅത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോടതികളും നിയമങ്ങളും മറ്റുള്ളതൊക്കെ ഇവിടെ നടന്നു പോവോ? എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഒരു ക്രിസ്തീയ വിഭാഗം എന്നൊന്നുണ്ട്. ഒരു 100-300 വർഷങ്ങളായിട്ടുള്ളൂ ക്രിസ്തീയ വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട്. ഈ പറയുന്ന ക്രിസ്തീയ വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട്, ഈ ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിൽ വന്നതുകൊണ്ട് നമുക്ക് നല്ല വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടായി. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ തന്നെയാണ്, അവർക്ക് അതിനുള്ള സ്ഥാനം അത് അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുള്ള കാര്യങ്ങളും, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് പറയാനും ഇംഗ്ലീഷ് പഠിക്കാനും ഇവിടുത്തെ ക്രിസ്തീയ മതങ്ങള് അല്ലെങ്കിൽ ക്രിസ്തീയ സംഘടനകള് അവര് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാരണക്കാര്. അപ്പൊ നമ്മുടെ നാട്ടിൽ ക്രിസ്തീയ മതം വന്നതുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾ വന്നതുകൊണ്ട് നമുക്ക് നല്ല വിദ്യാഭ്യാസങ്ങളും നല്ല സ്കൂളുകളും അവർ തന്നു. അവരെ കൊണ്ട് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് ഉപകാരപ്പെട്ടത്. പക്ഷെ ഇവരെ കൊണ്ടോ? ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് വന്നിട്ട് ഇവിടെ മനുഷ്യന് കുത്തിത്തിരിപ്പും സമാധാനക്കേടും അടിച്ചേൽപ്പിക്കലും മാത്രമല്ലാതെ ഇസ്ലാം മതം നമ്മുടെ നാട്ടിൽ തന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ കാര്യം പറയട്ടെ പ്രതാപൻ. നമ്മുടെ നാട്ടിൽ ഇസ്ലാം മതം വന്നിട്ട് ഇസ്ലാം മതം നമുക്ക് വേണ്ടി ഇന്നത് ചെയ്തു, ഇസ്ലാം മതം മറ്റുള്ളവന് മാതൃകയാണ്, അല്ലെങ്കിൽ ഇസ്ലാം മതം മാതൃകയാക്കിയിട്ട് ഇങ്ങനെ വേണം എന്ന് പറയാനായിട്ട് ഒരു കാര്യം, ഈ കുത്തിത്തിരിപ്പും ബോംബ് വയ്ക്കലും മറ്റുള്ള പ്രശ്നങ്ങളും അല്ലാതെ, തല്ലും കൊള്ളിവയ്പും അതും ഇതുമല്ലാതെ
എന്തെങ്കിലും ഒരു നല്ല കാര്യം നാടിന് വേണ്ടിയിട്ട് ഈ ഇസ്ലാം മതം എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? പറയണം അവര് തന്നെ പറയണം. ഈ പ്രാകൃത മതക്കാരും വിശ്വാസങ്ങളും വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള, അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള സന്ദേശം എന്താണ്? അല്ലെങ്കിൽ സമാധാനമാണോ? സമാധാനത്തിന്റെ മതം എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഈ സമാധാന മതക്കാര്, ഞാൻ ഒരിക്കലും ഒരാളെയും തരംതിരിച്ച് പറയുന്നതല്ല, സത്യസന്ധമായ വാക്കുകളാണ്. എന്നെ ആരും ആക്ഷേപിക്കാൻ വന്നിട്ട് കാര്യമില്ല, എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവര് പറയണം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രീണനം? എന്തിനു വേണ്ടിയിട്ടാണ് പ്രീണനം? ആരെ കാണിക്കാനാ? മനുഷ്യരെല്ലാവരും തുല്യരല്ലേ? പാർട്ടിയോ രാഷ്ട്രീയമോ മാറ്റിവെച്ചാൽ മനുഷ്യരെല്ലാവരും തുല്യരല്ലേ? ഒരു കൂട്ടർ ബഹുദൈവ വിശ്വാസികളോ ഏകദൈവ വിശ്വാസികളോ അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ പോകുന്നവരോ ചർച്ചിൽ പോകുന്നവരോ ആരോ ആവട്ടെ, ഇവരെ എല്ലാവരെയും കീറി മുറിച്ചാൽ കാണുന്നതും ഒക്കെ ഒരേ കളറിലുള്ള ചോരയല്ലേ? പിന്നെന്തിനാണ് ഈ പ്രീണനം? ആരെയാണ് ഇവർ പേടിക്കുന്നത്? ഇപ്പൊ ഈ മുസ്ലിം പ്രീണനത്തിന്റെ ഏറ്റവും വലിയ അവസാനത്തെ എക്സാമ്പിൾ എന്താണെന്നറിയോ? ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയില് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കാർ പങ്കെടുക്കുന്നില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരിൽ നിന്ന് അങ്ങനെ സംഭവിക്കുമെന്ന്. അവസാന കാലം വരെയും, മരണപ്പെടുന്ന അവസാന നാളുകളിൽ വരെ റാം എന്ന് മാത്രം പിന്നെ ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു മഹാത്മാവിന്റെ ഒരു പാർട്ടിയാണ് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസ്സുകാർ പറയുന്നത് ശ്രീരാമന്റെ അയോധ്യ ക്ഷേത്രത്തില് പ്രാണപ്രതിഷ്ഠയിൽ അവർക്ക് പങ്കെടുക്കാൻ സൗകര്യമില്ല, അവർ പങ്കെടുക്കുന്നില്ല. അത് പൊക്കോട്ടെ, കുഴപ്പമില്ല, പങ്കെടുക്കണ്ട. ഈ കാണിക്കുന്നത് കൈയുള്ളവൻ കാണിക്കുമ്പോ കണ്ണുള്ളവൻ കാണുമെന്നെങ്കിലും കോൺഗ്രസ്സുകാരെ നിങ്ങൾ പിന്നെ ചിന്തിക്കണം. നിങ്ങൾ ഒരു പറ്റം മുസ്ലിങ്ങളെ മാത്രം പ്രീണിപ്പിച്ച് ജീവിച്ചാല് ബാക്കിയുള്ളവരും മനുഷ്യരാണ്. ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ ക്രിസ്ത്യാനികളും മനുഷ്യരാണ്. അവർക്ക് അവരുടെ വിശ്വാസങ്ങളും അവരുടെ പള്ളികളും പ്രാർത്ഥനകളും വേറെയാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഏകതയിൽ നോക്കുമ്പോൾ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളാണ് വലുത്. ആ ഒരു കൂട്ടരുടെ വിശ്വാസം മാത്രമാണ് വലുതെന്ന് പറഞ്ഞിട്ട് ഘോരം പ്രസംഗിക്കുമ്പോ മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തുന്നത് എന്തിനാ? അതെന്തിനാണെന്നാണ് നമ്മുടെ ചോദ്യം. കുറെ കാലമായി നമ്മൾ ഇത് കാണുന്നു. കഴിഞ്ഞ 10-25 കൊല്ലം ഭാരതം ഭരിച്ച് മുടിച്ച് ഇതേപോലത്തെ പ്രീണനം കാണിച്ച് ഈ വോട്ട് ബാങ്ക് ഉണ്ടാക്കി. നിങ്ങൾ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പം എവിടെ നിന്ന് എവിടെ വരെ എത്തി? നിങ്ങൾ കാണിക്കുമ്പോ ഭാരതത്തിലെ ജനങ്ങൾ കാണുന്നു. നിങ്ങൾ കാണിക്കുമ്പോ ഭാരതത്തിലെ ജനങ്ങൾ അത് കാണുന്നു, മനസ്സിലാക്കുന്നു. ജനങ്ങളെ പഠിക്കുമല്ലോ. നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചാൽ നമ്മൾ പഠിക്കും, ഇല്ലേ? അപ്പൊ നമ്മളെ പഠിപ്പിച്ചു തന്ന നമ്മളിപ്പോ പഠിച്ച് പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തു പറഞ്ഞു വന്നാലും അതൊന്നും മായാൻ പോകുന്നില്ല. അവസാനം വന്നിട്ട് ഇപ്പൊ ഇവർ ചെയ്ത അക്രമമാണ്. ആ അക്രമത്തിൽ അവരെ കൊണ്ട് വിനാശകാലെ വിപരീത ബുദ്ധി, കോൺഗ്രസ്സുകാരെ വിനാശകാലെ വിപരീത ബുദ്ധി. നിങ്ങൾ ഈ കേരളത്തിലെങ്കിലും കിടന്നിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് വരാനുള്ള അവസാനത്തെ ആണിയാണ് നിങ്ങൾ അടിച്ചിരിക്കുന്നത്. ഞാനിത് വെല്ലുവിളിക്കുന്നതല്ല, സത്യമായ കാര്യം ഞാൻ പറയുന്നത്. ഒരു ഭാരതത്തിന്റെ പിന്നെ അയോധ്യ ക്ഷേത്രത്തിന്റെ ഒരു തർക്ക പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ക്ഷേത്രം വരുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയില് പങ്കെടുക്കാനായിട്ട് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി, കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഭാരതം ഭരിച്ച ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദുവിനെ വേണ്ട, നിങ്ങൾക്ക് പൊന്നാനി പോയാ മതി, നിങ്ങൾക്ക് അവര് മാത്രം മതി, നിങ്ങൾക്ക് മുസ്ലിം പ്രീണനം മാത്രം മതി. ഈ പറയുന്ന സതീശനായാലും ഈ പ്രതാപനായാലും എവരിലെ ഏതു മനുഷ്യരെ എടുത്താലും ശരി, എവർക്ക് അവര് മാത്രം മതി, നമ്മൾ വേണ്ട. സനാതനികൾ വേണ്ടേ വേണ്ട, ബഹുദൈവ വിശ്വാസികൾ വേണ്ടേ വേണ്ട, ക്രിസ്ത്യാനികൾ തീരെയും വേണ്ട. ഇവർക്ക് ഇവർ മാത്രം മതി, ഇവര് മാത്രം സന്തോഷിച്ചാൽ മതി എന്നാണ് ഇവരുടെ ഒരു ധാരണ. അപ്പൊ നമ്മളും അത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. ഇവിടുത്തെ ഓരോ കോൺഗ്രസ്സുകാരന്റെയും, അതായത് ഇത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയുമെന്ന് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. അപ്പൊ ആ മനുഷ്യരെ അവർക്ക് ഒരു വിഭാഗക്കാര്, അതായത് ഹിന്ദു എന്ന് പറയുന്ന സനാതന ധർമ്മികള്, അതവിടെ ചവിട്ടിക്കൂട്ടിയാലും നെഞ്ചത്ത് കയറിയാലും അവിടെ കിടന്നോളും, എവിടെയും പോവില്ല, കാലിന്റെ അടിയിൽ കിടന്നോളും. ബാക്കിയുള്ളവർ അങ്ങനെയല്ല, അവരെ ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വാഴ്ത്തിപ്പാടി പ്രീണിപ്പിച്ച് ഇങ്ങനെ ഇരിക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ. പക്ഷേ ഈ വാഴ്ത്തിപ്പാട്ടും ഈ പ്രീണനവും എല്ലാം അവസാനം കൊണ്ട് എത്തി നിൽക്കുന്നത് എവിടേക്കാണ്? ഇവിടെ സനാതന ധർമ്മ വിശ്വാസം എന്നൊരു സംഗതി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ ശരീഅത്ത് നിയമമായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചു പോവാനായിട്ട് പ്രതാപ നിങ്ങളടക്കമുള്ള കോൺഗ്രസ്സുകാരെ കഷ്ടപ്പെട്ടു പോയേനെ നിങ്ങൾ. അതൊക്കെ നിങ്ങൾക്കറിയാം.
പക്ഷെ എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം നിങ്ങളുടെ പഴയ ചോര അങ്ങനെയാണ്. നിങ്ങളുടെ ചോരയിൽ കിടക്കുന്നത് ഈ പറയുന്ന ഇസ്ലാം മതമാണ്. കോൺഗ്രസ്സുകാരെ നെഹ്റു കുടുംബത്തിന്റെ പഴയ ചോരയിൽ കിടക്കുന്നത് ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, ഈ പറയുന്ന ഇസ്ലാം മതമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന വർഗങ്ങൾ മാത്രം മതി എന്നുള്ള ചിന്താഗതി വന്നത്. നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ അയൽവക്കക്കാരൻ വരെ എന്നോട് ഭയങ്കരമായിട്ട് ഗർവിച്ചേക്കുന്നതാണ്. എനിക്ക് എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ വേർതിരിവ് കണ്ടാൽ അത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും വേർതിരിവ് എന്നും വേർതിരിവ് തന്നെയാണ്. ഒരിക്കലും പൊതുസമൂഹത്തിൽ വേർതിരിവോടുകൂടി ചിന്തിക്കരുത്. സത്യസന്ധമായിട്ട് ചിന്തിക്കണം. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവണം. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തു തന്നെ ആണെങ്കിലും കൂടി നമ്മൾ പുറത്തേക്ക് കാണിക്കരുത്. അത് കാണിച്ചാൽ മറ്റുള്ളവൻ അത് വേദനിക്കപ്പെടും. അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല. ഏകതാ മനോഭാവം വേണം ആർക്കായാലും, ഏത് നേതാവായാലും ശരി. അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ. ഈ പറയുന്ന 3 പാർട്ടിക്കാർ, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള 3 പാർട്ടിക്കാരായാലും ശരി, വേർതിരിവ് കാണിച്ചാൽ ആരും സഹിക്കില്ല, ആരും കണ്ടു നിൽക്കില്ല. കാരണം നമ്മൾ 2ാം കൂടിയൊന്നുമല്ല, 1ാം കൂടി തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ, എല്ലാവരും ഒരുപോലെ ടാക്സ് കൊടുത്തിട്ട് എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന നാട്ടില് ഒരു കൂട്ടരെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് ആരും മുന്നോട്ട് പോയാൽ അതൊന്നും അധികകാലം നിലനിൽക്കാൻ പോണില്ല. അത് തന്നെയാണ് കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് സ്വയം മുടിഞ്ഞുകൊണ്ടിരിക്കുക, കോൺഗ്രസ് സ്വയം നശിച്ചുകൊണ്ടിരിക്കുക, സ്വയം നാണം കെട്ടുകൊണ്ടിരിക്കുക. അതുപോലത്തെ പ്രവർത്തികളാണ് അവരുടെ കയ്യിൽ നിന്ന് വരുന്നത്. അപ്പോ ഇവരുടെ കൂട്ടത്തില്, ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ പഴയ ഫാമിലിയിലെ പഴയ കുടുംബക്കാരുടെ കൂട്ടത്തില് ഏതിന്റെയൊക്കെ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇസ്ലാം മതക്കാരൊക്കെ ആയിരിക്കും കൂടുതലും എന്നാണ് ഞാനും വായിച്ച ചരിത്രത്തിൽ നിന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ വലിയൊരു എന്താ പറയാ അവസ്ഥയായിട്ട് മാറും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരും ജീവിക്കണം നമ്മുടെ നാട്ടില് ഒരുപോലെ സമാധാനത്തോടു കൂടിയിട്ട്. അത് ഇസ്ലാം മതമായാലും ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും എല്ലാവർക്കും ജീവിക്കാൻ, ഈ ഭൂമിയിൽ ജനിച്ചവന് ഇവിടെ ജീവിക്കാനായിട്ട് അവകാശമുണ്ട്. ഇത് ആരുടെയും അപ്പന്റെ വകയല്ല. നമ്മുടെ ഭാരതം എല്ലാവർക്കും ഒരുപോലെ, അതായത് സഹിഷ്ണുതയോട് കൂടിയിട്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കേണ്ട ഒരു നാടാണ് ഭാരതം. അതാണ് ഭാരതത്തിന്റെ വിജയം. അവിടെ നിലനിൽപ്പുള്ളൂ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അത് പ്രതാപനായാലും ശരി, കോൺഗ്രസ് പാർട്ടി ആയാലും ശരി, ഇവരോടൊക്കെ എനിക്ക് ഇതേപോലെ സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക്, ഒരു പഴയ കോൺഗ്രസ്സുകാരന്റെ മകൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.